गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुखमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 21-ാമത്തെ അധ്യായം. പൃഥു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 46 മുതൽ 50 വരെ വായിക്കാം. പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതി ശ്രുതിഃ ബ്രഹ്മദണ്ഡഹത പാപോ യദ്വേനോ അതി അതരത്തമാം ഹിരണ്യകശിപുശ്ചാപി ഭഗവദ്നിന്ദയാ തമഃ വിവിക്ഷുരത്യാഗത്സൂനോ പ്രഹ്ലാദസ്യാനുഭാവതഃ. വീരവര്യാ പിതാ പൃഥ്വ്യാ സമാസഞ്ജീവ ശാശ്വതി യസ്യേദൃശ്യതച്യുതേ ഭക്തി സർവലോകൈകഭർത്തരീ. അഹോ വയം ഹൃദ്യ പവിത്രകീർത്തെ ത്വയ്യൈവ നാഥേന മുകുന്ദനാഥ യ ഉത്തമശ്ലോകതമസ്യ വിഷ്ണോ ബ്രഹ്മണ്യദേവസ്യ കഥാം വിനക്തി. നാത്യദ്ഭുതമിദം നാഥ തവാജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതി കരുണാത്മനാം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശുഭ്രമതി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:2 അധ്യായം 21. പൃഥു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 46. പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതി ശ്രുതിഃ ബ്രഹ്മദണ്ഡഹത പാപോ യദ്വേനോ അദ്യത്തരത്തമഃ. വിവർത്തനം. അങ്ങേയറ്റം പാപിയായി ബ്രാഹ്മണ ശാപത്താൽ വധിക്കപ്പെട്ടിരുന്ന വേനൻ ഇപ്പോൾ പൃഥു മഹാരാജാവിനാൽ മോചിപ്പിക്കപ്പെട്ടതിനാൽ ഒരുവന് അവന്റെ പുത്രന്റെ കർമ്മത്താൽ സ്വർഗീയ ആഗ്രഹങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന വൈദിക നിർണയം സാക്ഷാത്കരിക്കപ്പെട്ടതായി അവരെല്ലാം പ്രഖ്യാപിച്ചു. ശ്ലോകം 47. ഹിരണ്യകശിപുശ്ചാപി ഭഗവത് നിന്ദയാ തമഃ വിവുക്ഷര അത്യഗാത്സുനോ പ്രഹ്ലാദസ്യ അനുഭാവതഃ. വിവർത്തനം. അതുപോലെ ഹിരണ്യകശിപും അവന്റെ പാപകർമ്മങ്ങളാൽ എല്ലായ്പ്പോഴും പരമദിവ്യോത്വ പുരുഷനായ ഭഗവാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുകയും അതുമൂലം നരകീയ ജീവിതത്തിന്റെ കൂരിരുട്ടിലാവുകയും ചെയ്തെങ്കിലും അവന്റെ മഹാനായ പുത്രൻ പ്രഹ്ലാദ മഹാരാജാവിന്റെ കാരുണ്യത്താൽ അവനും മോചിതനാക്കപ്പെട്ട് ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോയി. ശ്ലോകം 48. വീരവര്യ പിതാ പൃഥ്വ്യാഃ
സമാസഞ്ജീവ ശാശ്വതീഃ യസ്യേ ഈദൃശ്യച്യുതേ ഭക്തി സർവലോകൈകവർത്തരീ. വിവർത്തനം. വിശുദ്ധരായ എല്ലാ ബ്രാഹ്മണരും അപ്രകാരം പൃഥു മഹാരാജാവിനെ അഭിസംബോധന ചെയ്തു. യോദ്ധാക്കളിൽ ശ്രേഷ്ഠനായവനെ, ലോകത്തിന്റെ പിതാവേ, സകല ലോകങ്ങളുടെയും പരമഗുരുവായ പരമദിവ്യോത്ത പുരുഷനായ ഭഗവാനിൽ അചഞ്ചലമായ മഹാഭക്തിയുള്ളതിനാൽ അങ്ങ് ദീർഘായുഷ്മാനായിരിക്കാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ശ്ലോകം 49. അഹോ വയം ഹൃദ പവിത്ര കീർത്തേ ത്വയാ ഏവാനാഥേന മുകുന്ദനാഥഃ യ ഉത്തമ ശ്ലോക തമസ്യ വിഷ്ണു ബ്രഹ്മണ്യ ദേവസ്യ കഥാം വനക്തി. വിവർത്തനം. സദസ്യർ തുടർന്നു, പ്രിയപ്പെട്ട പൃഥുരാജൻ, നിന്റെ കീർത്തി മറ്റെല്ലാ കീർത്തികളെക്കാളും പരിശുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം മഹത്വീകരിക്കപ്പെടുന്ന പരമദിവ്യോത്വ പുരുഷനായ ഭഗവാന്റെ, ബ്രാഹ്മണരുടെ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ പ്രഭാഷിക്കുന്നവനാണ് നീ. ഞങ്ങളുടെ മഹാഭാഗ്യം. കാരണം അങ്ങയെ ഞങ്ങളുടെ യജമാനനായി ലഭിച്ചതിനാൽ ഭഗവാന്റെ പ്രതിനിധിയുടെ നേരെ താഴെ ജീവിക്കുന്നതായി തോന്നുന്നു. ശ്ലോകം 50. നാത്യത്ഭുതമിദം നാഥ തവ ആജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹദാം പ്രകൃതി കരുണ ആത്മനാം. വിവർത്തനം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രഭു, അങ്ങയുടെ പൗരന്മാരെ ഭരിക്കുക എന്നത് അവിടുത്തെ തൊഴിൽപരമായ ധർമ്മമാണ്. കാരുണ്യപൂർണനാകയാൽ പൗരന്മാരുടെ താല്പര്യങ്ങൾ കാണാൻ പ്രതിപത്തിയുള്ള നിനക്കത് വളരെ ആശ്ചര്യകരമായ പ്രവൃത്തിയൊന്നുമല്ല. അതാണ് നിന്റെ സ്വഭാവത്തിന്റെ മഹത്വം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശോഭന മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പൃഥു മഹാരാജാവ് യജ്ഞവേദിയിൽ വെച്ച് തന്റെ ജനങ്ങൾക്കും അവിടെ ഒത്തുകൂടിയിട്ടുള്ള ദേവന്മാർക്കും ഋഷിമാർക്കും ബ്രാഹ്മണർക്കുമെല്ലാം എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത്, ഭഗവാനെ തൃപ്തനാക്കുന്നതിന് വേണ്ടി സ്വധർമ്മയോഗം പൃഥു മഹാരാജാവ് അവർക്ക് ഉപദേശിച്ചു. സ്വന്തം തൊഴിലുകൾ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ചതുർവർണ്ണം അനുസരിച്ച് എന്ത് തൊഴിലാണോ നമ്മൾ ഏർപ്പെടുന്നത്, ആ തൊഴിലുകളുടെ കർമ്മഫലം ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെ ഭഗവാനെ തൃപ്തനാക്കുക. മാത്രമല്ല, രാജ്യത്തുള്ള ഭഗവാന്റെ ഭക്തന്മാർക്കും ബ്രഹ്മജ്ഞാനം നേടിയവർക്കും എല്ലാവിധ ആദരങ്ങളും അർപ്പിക്കുക. അവരെ സേവിക്കുക. അവരെ സേവിക്കുന്നതിലൂടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാകാം. അങ്ങനെ നമ്മൾക്ക് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും, സമാധാനപൂർണമായിട്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ പൃഥു മഹാരാജാവ് സ്വധർമ്മയോഗം ജനങ്ങൾക്ക് വേണ്ടി ഉപദേശിച്ചു. ബ്രാഹ്മണർക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും എല്ലാവിധ സേവനങ്ങളും സമർപ്പിക്കാനും പൃഥു മഹാരാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ ആ നിർദ്ദേശങ്ങൾ കേട്ട സമയത്ത് അവിടെ ഒത്തുകൂടിയിട്ടുള്ള ദേവന്മാരും പിതൃക്കളും പിതൃലോക നിവാസികളും ബ്രാഹ്മണന്മാരും ഋഷി വര്യന്മാരുമെല്ലാം പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ ഇത്രയും മഹർഷി വിദുരനോട് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് വലിയ സന്തോഷമായി. അവർക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പൃഥു മഹാരാജാവ് നൽകിയിട്ടുള്ളത്. പൃഥു മഹാരാജാവിനെ പോലെ ഉള്ള ഭഗവാന്റെ ഭക്തനിൽ നിന്നും ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് കേൾക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. അതിൽ അവർക്ക് വലിയ സന്തോഷമായി. അവർ പൃഥു മഹാരാജാവിന്റെ ആ ഭാഷണത്തെ, ആ നിർദ്ദേശങ്ങളെ അഭിനന്ദിച്ച് കൊണ്ട് സാധുവാദേന സാധവ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, 45ാമത്തെ ശ്ലോകത്തിൽ. അങ്ങ് പറഞ്ഞതെല്ലാം സാധുവാണ്, അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചു. തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് സദസ്യർ, ദേവന്മാരും ഋഷിമാരും സംസാരിക്കുന്നതാണ്. പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതി ശ്രുതി ബ്രഹ്മദണ്ഡഹത പാപോ യദ്വേനോത്യതരത്തമ. അങ്ങ് വേനനെ നരകീയ ലോകത്തിൽ നിന്നും രക്ഷിച്ചു. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ദേവന്മാരും ഉയർന്ന ലോകത്തിലുമുള്ള ഋഷിമാരും ആയതുകൊണ്ട് അവർക്ക്
വേനൻ എന്താണ് സംഭവിച്ചത് എന്ന് കാണാൻ സാധിക്കുമായിരുന്നു. അവർക്ക് മനസ്സിലായി പൃഥുമഹാരാജാവിന്റെ ഭക്തി കൊണ്ട് പൃഥുമഹാരാജാവിന്റെ പിതാവായിട്ടുള്ള വേനൻ നരകീയ ലോകങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. വേനൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേനൻ എല്ലാവിധ അധാർമിക പ്രവൃത്തികളും ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. എല്ലാ ധാർമ്മിക പ്രവൃത്തികളും നിർത്തിവെച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. യജ്ഞങ്ങളെല്ലാം തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വേനന് പൃഥുമഹാരാജാവിന്റെ ഭക്തി കൊണ്ട്, തന്റെ പുത്രന്റെ ഭക്തി കൊണ്ട്, ഭഗവത് സേവനം കൊണ്ട് തന്റെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധിച്ചു. ആ കാര്യം ദേവന്മാർ കണ്ടു. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, അങ്ങയുടെ ഭക്തി കൊണ്ട് വേനൻ ബ്രഹ്മദണ്ഡത്തിൽ നിന്നും യമരാജന്റെ ശിക്ഷയിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് പുത്രൻ എന്നുള്ള വാക്കിന് യഥാർത്ഥത്തിൽ അർഹനാണ്. പുത്രന്റെ ധർമ്മം എന്താണ്? ഒരു വ്യക്തിയെ, പിതാവിനെ പുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നരകത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് പുത്രൻ. അപ്പോൾ എന്താണ് പുത്രന്റെ ധർമ്മമെന്നും എന്താണ് പിതാവിന്റെ ധർമ്മമെന്നും ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. പിതാവിനെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് പുത്രൻ. ഭഗവാന്റെ ഭക്തി ചെയ്ത് പിതാവിന്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാക്കി നരകീയ ലോകത്തിലേക്ക് പതിക്കേണ്ട പിതാവിനെ ആ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്ന് പറയും. അപ്പോൾ ഒരു പുത്രൻ ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം പിതാവിനും മാതാവിനും ഒക്കെ ലഭിക്കും, അല്ലെ? മാതാവിനും ലഭിക്കും. ധ്രുവ മഹാരാജാവിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ധ്രുവ മഹാരാജാവിന്റെ ഭക്തി കൊണ്ട് സുനീതിയും ധ്രുവലോകത്തിലേക്ക് ധ്രുവന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുത്രന്റെ ധർമ്മം പിതാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. പിതാവിന്റെ ധർമ്മം എന്താണെന്നും പറയുന്നുണ്ട്. സ്വന്തം മക്കളെ വൈഷ്ണവരാക്കി വളർത്തുക, സ്വന്തം മക്കളെ ഭക്തരായിട്ട്, ഭഗവാന്റെ ഭക്തരായിട്ട് വളർത്തുക എന്നുള്ളതാണ് പിതാവിന്റെ ധർമ്മം. അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും, പിതാവിനും പുത്രനും, നരകീയ ലോകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അപ്പോൾ അങ്ങ് അതിനൊരു മാതൃകയാണ് എന്നാണ് പറയുന്നത്. പുത്രന്റെ പ്രവൃത്തിയാൽ പിതാവ് നരകത്തിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ളതിനെ സത്യമാക്കിയ ഒരു വ്യക്തിയാണ് അങ്ങ്. അങ്ങ് ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്, തത്പുത്രന് പ്രത്യക്ഷ ഉദാഹരണമാണ് എന്ന് അവിടെയുള്ള ദേവന്മാർ പറഞ്ഞു. അതിന് മറ്റ് ഒരു ഉദാഹരണവും അവർ പറഞ്ഞു. ഹിരണ്യകശിപുശാപി ഭഗവത് നിന്ദയാ തമ വിവിച്ചുരത്യാഗത്സോനോ പ്രഹ്ലാദസ്യാനുഭാവത. പ്രഹ്ലാദന്റെ ഭക്തി കൊണ്ട് മുൻകാലത്ത് ഹിരണ്യകശിപു ഇതേപോലെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിരണ്യകശിപുവും എല്ലാവിധ പാപങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ പ്രഹ്ലാദ മഹാരാജാവിന്റെ കാരുണ്യം കൊണ്ട്, പുത്രനായിട്ടുള്ള പ്രഹ്ലാദന്റെ ഭക്തി കൊണ്ട് മാത്രം ഹിരണ്യകശിപു നരകീയ ലോകത്തിൽ നിന്നും യമരാജന്റെ ദണ്ഡയിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതേപോലെ ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദൻ രക്ഷിച്ചതുപോലെ വേനനെ അങ്ങ് രക്ഷിച്ചു എന്നാണ് ഇവിടെ സദസ്യർ പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദ മഹാരാജാവിനോട് നരസിംഹ ഭഗവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് വരമാണ് വേണ്ടത്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ആദ്യം വരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം പറഞ്ഞു, എന്റെ പിതാവിനെ മോചിപ്പിക്കണം, തന്നോട് എല്ലാവിധ പാപങ്ങളും എല്ലാവിധ അതിക്രമങ്ങളും ചെയ്തിട്ടുള്ള പിതാവിനെ മോചിപ്പിക്കണമെന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭക്തന്മാർ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരോട് കരുണയുള്ളവരാണ് എന്നിവിടെ ശീലപ്രഭുപാദർ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാരെ അല്ലെങ്കിൽ വൈഷ്ണവന്മാരെ കൃപാസിന്ധുഭ്യേവച എന്ന് പറയും. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവച, അവർ കാരുണ്യമൂർത്തികളാണ്. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അവർ പതിക്കുന്ന ജീവാത്മാക്കളെ, നരകീയ ലോകങ്ങളിലേക്ക് പോകുന്ന ജീവാത്മാക്കളെ, പതിച്ചു പോയിട്ടുള്ള ജീവാത്മാക്കളെ പാവനേഭ്യോ ശുദ്ധരാക്കുന്നവരാണ്, ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ് എന്ന് പറയും. അതാണ് ഒരു ഭക്തന്റെ പ്രവർത്തനം, പതിച്ചു പോകുന്ന ജീവാത്മാക്കളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത്. ഇപ്പൊ പ്രഹ്ലാദ മഹാരാജാൻ ചെയ്തതുപോലെ തന്നെ അങ്ങും വേനനെ നരകീയ ലോകത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവിടെ ദേവന്മാർ പൃഥുമഹാരാജാവിനോട് പറഞ്ഞു. അതുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് പൃഥുമഹാരാജാവിനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങ് അച്യുതനിൽ, ഭഗവാൻ അച്യുതനിൽ ശുദ്ധഭക്തിയുള്ള വ്യക്തിയായതുകൊണ്ട് യസേ ദർശയ അച്യുതേ ഭക്തി സർവലോകൈക ഭർത്തരി, ലോകത്തിന്റെ മുഴുവൻ നായകനായിട്ടുള്ള ഭഗവാൻ, പരമപുരുഷനായിട്ടുള്ള അച്യുതനിൽ ഭക്തിയുള്ളവനായതുകൊണ്ട് അങ്ങേക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. അങ്ങയുടെ രാജ്യത്തിൽ എല്ലാ കാലവും
ജീവിച്ചിരിക്കാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് അങ്ങേക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ. സഞ്ജീവ ശാശ്വതി, സഞ്ജീവ, എല്ലാ കാലത്തും അങ്ങ് ശാശ്വതമായിട്ട് അങ്ങ് ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ അനുഗ്രഹിക്കും. അപ്പോൾ ഇവിടെ ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി കൊണ്ട് ആയുസ്സിനും മാറ്റം വരാം എന്നാണ് പറയുന്നത്. ജാതകത്തിൽ ചിലപ്പോൾ ആയുസ് കുറവായിരിക്കും, പക്ഷെ ഭഗവാന്റെ ഭക്തി കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആയുസ്സിലും മാറ്റം വരാം. മാർക്കണ്ഡേയ മഹർഷിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തി കൊണ്ട് നമ്മുടെ ഗ്രഹനിലയിലും ആയുസ്സിൽ വരെ മാറ്റമുണ്ടാകും എന്നാണ് പറയുന്നത്. പൃഥ്വിരാജാവ് എല്ലാ കാലത്തും ജീവിച്ചിരിക്കട്ടെ. അങ്ങ് ഭഗവാന്റെ ഭക്തനാണ്. അങ്ങയുടെ ഭരണത്തിന് കീഴിൽ എല്ലാ കാലത്തും ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങ് എല്ലാ കാലത്തും ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് അനുഗ്രഹിച്ചു. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർ എല്ലാ കാലത്തും ജീവിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ കീർത്തിയിലൂടെ, അവരുടെ കീർത്തി ഒരിക്കലും നശിക്കുന്നില്ല. ഭഗവാന്റെ ഭക്തനാവുക എന്നുള്ള കീർത്തിയാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള കീർത്തി എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ആ കീർത്തി ഒരിക്കലും നശിക്കുന്നില്ല. എല്ലാ യുഗങ്ങളിലും അവനെ കുറിച്ച് ജനങ്ങൾ കീർത്തിക്കും, ഭഗവാന്റെ ഭക്തനാണെങ്കിൽ. അല്ല, ഇപ്പോഴും നമ്മൾ പൃഥ്വിരാജാവിനെ കുറിച്ച് പഠിക്കും. പൃഥ്വിരാജാവ് ഏത് കാലത്താണ് ജീവിച്ചിരുന്നത്? ആദ്യത്തെ കൽപ്പത്തിലാണ്, ആദ്യത്തെ മന്വന്തരത്തിലാണ്, സ്വയംഭുവ മനുവിന്റെ കാലഘട്ടത്തിലാണ്. എത്രയോ കാലം കഴിഞ്ഞു, എത്രയോ യുഗങ്ങൾ കഴിഞ്ഞു, നൂറുകണക്കിന് യുഗം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഇപ്പോൾ പൃഥ്വിരാജാവിനെ കുറിച്ച് ജനങ്ങൾ പഠിക്കുന്നു, ഭാഗവതം വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരുടെ കീർത്തി ഒരിക്കലും നശിക്കാത്തതാണ്. മറ്റുള്ള കീർത്തികളൊക്കെ നശിച്ചു പോകുന്നതാണ്. ഭഗവാന്റെ ഭക്തൻ എന്നുള്ള കീർത്തി ലോകം മുഴുവൻ, ഒരു ലോകത്ത് മാത്രമല്ല, എല്ലാ പ്രപഞ്ചത്തിലും അവന്റെ കീർത്തി വ്യാപിക്കുന്നതാണ്. എല്ലാ കാലത്തും ശാശ്വതമായിട്ട് അവന്റെ കീർത്തി നിലനിൽക്കുന്നതാണ് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയും. പവിത്ര കീർത്തെ എന്നാണ് പറയുന്നത് 41ാമത്തെ ശ്ലോകത്തിൽ. അഹോവയം ഹൃദ്യ പവിത്ര കീർത്തി. അങ്ങയുടെ കീർത്തി ഏറ്റവും ശുദ്ധമാണ്, അതുകൊണ്ട് അത് എല്ലാ കാലത്തും നിലനിൽക്കും. അങ്ങനെയുള്ള അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാനാണ് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമാണ് അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു രാജാവിന്റെ കീഴിൽ ജീവിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ അന്തസ്സ് എന്ന് ശീലപ്രഭാതർ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അഭിമാനിക്കാം, ഞങ്ങളുടെ രാജാവ് ഭഗവാന്റെ ഭക്തനാണ്. അങ്ങനെ ഒരു ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നത് ഭഗവാന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് അവര് പറയും. അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നത് ഭഗവാന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ്, ഞങ്ങൾക്ക് വലിയ തൃപ്തിയാണ് എന്നുള്ള കാര്യം അവർ പറയും. ഇത് അങ്ങേക്ക് സ്വാഭാവികമാണ് എന്നും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 50ാമത്തെ ശ്ലോകത്തിൽ, അങ്ങ് വളരെ ബുദ്ധിമുട്ടിയല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഭഗവാന്റെ സേവനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ നോക്കുന്നത്. ഇത് അങ്ങയുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ്. ജനങ്ങളുടെ ഹിതത്തിനായിട്ട് പ്രവർത്തിക്കുക, ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുക. കാരണം അങ്ങയുടെ സ്വഭാവം എന്താണ്? പ്രജാനുരാഗോ, അങ്ങ് പ്രജാനുരാഗനാണ്. അങ്ങേക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങളോട് താല്പര്യമുണ്ട്. അത് രാജാവിന്റെ ഒരു ഗുണമായിട്ട് ശിലപ്രഭാതർ വിശദീകരിക്കും. ജനങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കണം രാജാവ്. പൃഥ്വിരാജാവ് ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളോട് കാരുണ്യമുണ്ടായിരുന്നു, ജനങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യമുണ്ടായിരുന്നു. പൃഥ്വിരാജാവിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പ്രജാനുരാഗോ മഹതാം പ്രകൃതിയും കരുണാത്മന, 2 ക്വാളിറ്റി പറയുന്നുണ്ട്. അങ്ങ് ജനങ്ങളോട് കാരുണ്യമുള്ളവനുമാണ്. കാരുണ്യമുള്ളത് കൊണ്ടാണ് പൃഥ്വിരാജാവ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഭഗവാന്റെ ഭക്തി എങ്ങനെ ചെയ്യാം, എങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാം, അതുപോലെ തിരിച്ച് എങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോകാം എന്നുള്ള കാര്യമൊക്കെ യജ്ഞവേദിയിൽ പൃഥ്വിരാജാവിന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ ജനങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് അത് പറഞ്ഞു കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കുകയും പൃഥ്വിരാജാവ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് പൃഥ്വിരാജാവിന്റെ കാരുണ്യമായിട്ട് പറയും. ഇതെല്ലാം അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള ഗുണങ്ങളുള്ള ആ പൃഥ്വിരാജാവിന്റെ ഭരണത്തിന് കീഴിൽ തന്നെ ശാശ്വതമായിട്ട് നിലനിൽക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് അവിടുത്തെ ജനങ്ങളും ദേവന്മാരും ബ്രാഹ്മണരും എല്ലാം പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജാവിനെ അനുഗ്രഹിച്ചു.
മഹാരാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഇനി ഈ അധ്യായത്തിൽ 2 ശ്ലോകവും കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. റീജ മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. സ്വപ്ന മാതാജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ